സാർ, ഇപ്പോൾ ദേശീയ വാർത്താ ഏജൻസിയായ ന്യൂസ് 18 ഒരു വാർത്ത പുറത്തുവിടുകയാണ്. അതായത് അഫ്ഗാനിസ്ഥാനിലെ അതിൻ്റെ ഒരു ഉപശാഖ ISIS ഖൊറാസാൻ ISKP ആണ് അത് അറിയപ്പെടുക. അതിലേതാണ്ട് 1500 മുതൽ 2200ഓളം വിദേശീയരുണ്ട്. അതിലേറിയ പങ്കും മലയാളികളാണെന്നുള്ള ഞെട്ടിക്കുന്ന വിവരമാണ് പുറത്തു വരുന്നത്. അപ്പോൾ ഇവർ നമ്മുടെ കേരളത്തിലെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ന്യൂനപക്ഷ വിഭാഗങ്ങളിൽപ്പെട്ട ആൾക്കാരെ മെച്ചപ്പെട്ട ജീവിതവും സാമ്പത്തിക സുരക്ഷിത അടക്കം വാഗ്ദാനം ചെയ്ത് ചില മതപഠന ശാലകൾ വഴി ഇവരെ റിക്രൂട്ട് ചെയ്യുന്നു എന്നുള്ള വാർത്തയാണ് അവർ പുറത്തുവിടുന്നത്. ചില രാഷ്ട്രീയ സംഘടനകൾക്ക്, അതായത് പോപ്പുലർ ഫ്രണ്ട്, SDPA അടക്കമുള്ള ചില രാഷ്ട്രീയ സംഘടനകൾക്കും ഇതിൽ പങ്കുണ്ട് എന്ന് പറയുന്നു. ഈ വാർത്തയിൽ വാസ്തവമുണ്ടോ? അല്ല, തീർച്ചയായിട്ടും വളരെ സാധ്യതയുണ്ട്. ഇതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം ഞാൻ മനസ്സിലാക്കുന്നത്, ഇതിന് പിന്നിൽ പീസ് ഇൻ്റർനാഷണൽ സ്കൂളിൻ്റെ പേരൊക്കെ പറയുന്നുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പീസ് ഇൻ്റർനാഷണൽ സ്കൂൾ ഇത്തരത്തിൽ വിദ്യാർത്ഥികളെ പഠിപ്പിക്കുന്ന വിദ്യാലയമാണ്. എറണാകുളത്ത് പലരിടത്തുള്ള സ്ഥാപനമാണ്. അതിനകത്ത് ഇവിടുത്തെ എറണാകുളത്തുള്ള വളരെ പ്രമുഖരായിരിക്കുന്ന പല വ്യവസായികളും അതിൻ്റെ ഡയറക്ടർ ബോർഡ് മെമ്പർമാരാണ്. നമ്മൾ കേൾക്കുന്ന സമയത്ത് അവർ പേരൊക്കെ കേട്ട മതേതരത്വക്കാരാണ്. ഈ കടുത്ത മതേതരത്വക്കാരൊക്കെ കൂടി ചേർന്ന് തുടങ്ങിയിട്ടുള്ള അവരുടെ എല്ലാം സാമ്പത്തികമായിട്ടുള്ള സഹായത്തോടുകൂടി തുടങ്ങിയിരിക്കുന്ന ഒരു തീവ്രവാദ പഠന കേന്ദ്രമാണ് പീസ് ഇൻ്റർനാഷണൽ. അവിടെ 2-3 വർഷക്കാലത്തിന് മുമ്പായിട്ട് പ്രശ്നമുണ്ടായി. ഒരു 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളെയാണ്. 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളുടെ സിലബസ് എന്ന് പറഞ്ഞാൽ നിൻ്റെ അടുത്തിരിക്കുന്ന ജോർജിനോട്, ഒരു മുസ്ലിം കുട്ടിയോട് പറയുകയാണ്, അവൻ മതപരിവർത്തനം നടത്തണമെങ്കിൽ ആ കുട്ടി എന്തൊക്കെ കാര്യങ്ങളാണ് ജോർജ് ശ്രദ്ധിക്കേണ്ടതെന്നുള്ളതാണ് നിയമനം പറഞ്ഞ് പഠിപ്പിക്കുക എന്നുള്ളതാണ്. അപ്പോൾ പറയുന്നത് എന്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒന്നിവൻ നീ നിൻ്റെ പേര് മാറ്റണം, നീ നിൻ്റെ അച്ഛനമ്മമാരെ അനുസരിക്കരുത്, ഇത്യാദി കാര്യങ്ങളാണ് പാഠ്യപദ്ധതിയിൽ കൂടി ഈ പറയുന്ന സാധാരണക്കാരായിരിക്കുന്ന കഷ്ടത അനുഭവിക്കുന്ന കുട്ടികളെ പഠിപ്പിക്കുന്നതാണ്. അപ്പോൾ അതിൽ ഏറെ കുട്ടികളും അവിടെ പഠിക്കുന്ന കുട്ടികളും മുസ്ലിം കുട്ടികളാണ്. ഈ പറയുന്ന കുട്ടികളെ സംബന്ധിച്ചൊക്കെ തന്നെയുള്ളത് ഇന്നിപ്പോൾ അഫ്ഗാനിസ്ഥാനിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നവർ ഇവരുടെ കാലത്ത് പറഞ്ഞ് ദളിത്, പിന്നാക്ക, ന്യൂനപക്ഷ എന്നൊക്കെ പറഞ്ഞു. ഇവർ ദളിതിന് ആ കൂട്ടത്തിലില്ല. ഇതിൽ പോകുന്ന ഭൂരിപക്ഷം വരുന്ന ആളുകൾ വളരെ സാധാരണക്കാരായിരിക്കുന്ന മുസ്ലിങ്ങളാണ്. മുസ്ലിം കുട്ടികളാണ് ഇതിനകത്ത് കൊണ്ടുപോകുന്നത്. പാവപ്പെട്ട മുസ്ലിങ്ങളെയാണ്, പിസ്സലാൻ വിഭാഗത്തിൽപ്പെട്ടവരെയാണ്, ഒസാൻ വിഭാഗത്തിൽപ്പെട്ടവരെയാണ്. ഈ തരത്തിൽപ്പെട്ട മുസ്ലിം കുട്ടികളെ സലഫികളും മറ്റുള്ള ആളുകളും തെരഞ്ഞു പിടിച്ച് അവരെയാണ് അഫ്ഗാനിസ്ഥാനിലേക്ക് കൊണ്ടുപോകുന്നത്. അതിന് പിന്നിലൊരു കാരണമുണ്ട്. ഇവർക്ക് ഇവരുടേതായിട്ടുള്ള മദ്രസകൾ ഇവർക്കുണ്ട്. പോപ്പുലർ ഫ്രണ്ടിന്റെ മദ്രസ, ആ പോപ്പുലർ ഫ്രണ്ടിന്റെ മദ്രസയെ കൂടി എന്താ പഠിപ്പിക്കുന്നത്? ഈ സാധാരണ മദ്രസയെ പഠിപ്പിക്കുന്ന കാര്യങ്ങളാണോ പഠിപ്പിക്കുന്നത്? അതൊന്നും അല്ലല്ലോ. അവിടെ പഠിപ്പിക്കുന്നത് എന്താ? തീവ്രവാദമാണ് അവിടെ പഠിപ്പിക്കുന്നത്. അപ്പൊ തീവ്രവാദികൾ സാധാരണ പറയും, നിങ്ങൾക്ക് സ്വർഗം കിട്ടണ്ടേ? വേണം. സ്വർഗം കിട്ടണ ഇന്ത്യ വേണം, നിങ്ങൾ കാഫറുകളെ കൊല്ലണം. ആരെ കാഫറുകൾ? അല്ലെങ്കിൽ കാഫറുകളിൽ നിന്ന് നിങ്ങൾ കൊല ചെയ്യപ്പെടണം. അപ്പോൾ അവർ ധരിച്ചത് കാഫറുകൾ എന്ന് പറയുന്ന ഹിന്ദുക്കളായിരിക്കുന്ന ഹിന്ദുക്കളുടെ ഏറ്റവും വലിയ പ്രസ്ഥാനമായിരിക്കുന്ന RSSുമായിട്ട് സംഘർഷം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ RSSകാർ തിരിച്ചു കൊല്ലും. അങ്ങനെയാണ് ആലപ്പുഴയിൽ രഞ്ജിത്ത് ശ്രീനിവാസന്റെ കൊലപാതകം, പാലക്കാട് ശ്രീനിവാസന്റെ കൊലപാതകം നടക്കുന്നത്. അങ്ങനെ നിരവധി കൊലപാതകങ്ങൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നടന്ന് അവർ ധരിച്ചത് ഹിന്ദുക്കൾ തിരിച്ചിവരെ കൊല്ലും, RSSകാർ ഇവരെ കൊല്ലും. അങ്ങനെ ഇവരെ കൊല്ലുകയാണ്, ഇവർക്കൊക്കെ സ്വർഗരാജ്യം കിട്ടും. അങ്ങനെ സ്വർഗരാജ്യം കിട്ടാൻ വേണ്ടിയിട്ട് അവിടെ പോയിട്ട് ഹൂറികൾ ഒന്നിച്ച് ജീവിക്കാൻ വേണ്ടിയിട്ടാണ് പലരും പറഞ്ഞത്, കാഫിറുകൾ ഞങ്ങളെ കൊന്ന ഞങ്ങൾക്ക് സ്വർഗം കിട്ടും. ഇതാണ് പഠിപ്പിക്കുന്നത്. ഇവരുടെ മോക്ഷം എന്ന് പറയുന്നത് സ്വർഗത്തിലേക്കുള്ള യാത്രയാണ്. ഇതൊരു പാവപ്പെട്ട സാധാരണക്കാരായിരിക്കുന്ന മുസ്ലിങ്ങളെ ഇവരുടെ മദ്രസയിൽ കൂടി ഒരു പഠിപ്പിക്കുന്ന ഇതാണ്. ഇവർക്ക് ശമ്പളം കൊടുക്കുന്ന സർക്കാരാണ്. പോപ്പുലർ ഫ്രണ്ടിന്റെ മദ്രസകൾ ഇവിടെയുണ്ട്, SDPAയുടെ മദ്രസകൾ ഇവിടെയുണ്ട്. അതിൽ കൂടി പഠിപ്പിക്കുന്ന ഇത്തരം കാര്യങ്ങളാണ്. പക്ഷേ RSSകാർ കൊല്ലില്ല എന്ന് മനസ്സിലാക്കിയ സമയത്ത് ഇവർ തീരുമാനിച്ചു, ഇനി ഒറ്റ മാർഗ്ഗമേ ഉള്ളൂ, ഇവർക്ക് എങ്ങനെ സ്വർഗത്തിൽ പോകണം. ആ സ്വർഗത്തിൽ പോകണമെന്നുള്ള ഇവരുടെ ഏക മാർഗം ഇവർക്ക് അഫ്ഗാനിസ്ഥാനിലേക്ക് പോയാൽ മതി, ഇവർക്ക് സിറിയയിലേക്ക് പോയാൽ മതി. അങ്ങനെയുള്ള വിദേശ രാജ്യങ്ങളിൽ ചെന്ന് അവിടുത്തെ കൂലിപ്പട്ടാളമായിട്ട് കൂടിയിട്ട് അവിടെയുള്ള എതിർപക്ഷത്ത് നിന്ന് മരണം ഏറ്റുവാങ്ങിച്ചാലും സ്വർഗരാജ്യം കിട്ടുന്ന ഇവർ ധരിച്ചിട്ടുണ്ട്. ഈ തരത്തിൽപ്പെട്ട സ്വർഗരാജ്യത്വവും ഹൂറികളുമായിട്ടുള്ള അവിഹിതമായിട്ടുള്ള ബന്ധത്തിന്റെ സ്ഥാപനവുമാണ് ഇവർ ഇതിൽ കൂടി ഉദ്ദേശിക്കുന്നത്. ഇവരെ പഠിപ്പിക്കുന്ന ഇതാണ്. ഇതിൽ ഏറ്റവും കൂടുതൽ വഴിപ്പെട്ടു പോകുന്ന വളരെ സാധാരണക്കാരാണ്, സാമ്പത്തിക പരാധീനത അനുഭവിക്കുന്നവരാണ്. അവൻ്റെ മൊബൈൽ ഫോൺ, ഐമാക്കിൻ്റെ ടെലിഫോൺ വാങ്ങിച്ചു കൊടുക്കുന്നു, അവന് 2 നേരവും ചിക്കൻ ബിരിയാണി വാങ്ങിച്ചു കൊടുക്കുന്ന ഈ തരത്തിൽപ്പെട്ട സാധനങ്ങൾ കിട്ടുന്ന സമയത്തുണ്ടാവുന്ന യുവജനങ്ങളിലുണ്ടാകുന്ന ഒരു ധാർമ്മികമായ പിൻബലത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ PFIയും SDPA വർക്ക് ചെയ്യുന്നത്. ഇപ്പോൾ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, അതായത് ഈ സാമ്പത്തികമായിട്ടുള്ള ലാഭം വാഗ്ദാനം ചെയ്ത് അല്ലെങ്കിൽ മെച്ചപ്പെട്ട തൊഴിലന്തരീക്ഷം, ജീവിത സാഹചര്യമൊക്കെ വാഗ്ദാനം ചെയ്തിട്ടാണ് ഈ ഭീകരവാദം അടക്കമുള്ള കാര്യങ്ങളിലേക്ക് ആകൃഷ്ടരായിട്ട് ഇവർ പോകുന്നത്.
അപ്പോൾ പണം കിട്ടിയാൽ പണം മതി, ഈ ഭീകരവാദത്തിലെ ആണെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ അത്തരത്തിൽ പണം കിട്ടിയാൽ എന്തും ചെയ്യുന്ന തരത്തിലുള്ളൊരു സാമൂഹിക അന്തരീക്ഷം നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്നു എന്നുള്ളതല്ലേ വാസ്തവം? അത് രണ്ട് തരത്തിലെടുക്കാം. ഇത് ഭീകരവാദം എന്നുള്ള വാക്ക് നമ്മൾ ഉപയോഗിക്കുന്ന പദപ്രയോഗമാണ്. അവർക്കിത് ഭീകരവാദമല്ല. ഇപ്പൊ നമ്മൾ ഇവിടുത്തെ അസീം മുനീർ പറഞ്ഞല്ലോ, പാകിസ്ഥാനിന്റെ ഭരണമേധാവി, അവിടെ നടക്കുന്നത്, കാശ്മീരിൽ നടക്കുന്ന ഭീകരവാദമല്ല, കാശ്മീരിൽ നടക്കുന്ന സ്വാതന്ത്ര്യ സമര പോരാട്ടം എന്ന് പറഞ്ഞ അയാളാണ്. സമാനമായ രീതിയിലാണ് ഇവര് പോപ്പുലർ ഫ്രണ്ടുകാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, SDPIക്കാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, നിങ്ങൾ ഇവർക്കെതിരായിട്ട് യുദ്ധം ചെയ്യൂ. ആ യുദ്ധം ജിഹാദാണ്. ജിഹാദ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരിക്കലും അധാർമികമായിരിക്കുന്ന യുദ്ധമല്ല, ധാർമ്മിക യുദ്ധമാണ് ജിഹാദ്. ആ ധാർമ്മിക യുദ്ധം നടത്തി വീരമൃത്യു അടയുന്ന ആളുകളെ കാത്തിരിക്കുന്നതാണ് സ്വർഗം. ആ കാത്തിരിപ്പിനിടയ്ക്കാണ് ഇവർക്ക് ചിക്കൻ ബിരിയാണി വാങ്ങിച്ചു കൊടുക്കുന്നത്, ആ കാത്തിരിപ്പിനിടയ്ക്കാണ് ഇവർക്ക് നെർക്കോട്ടിക്സ് വാങ്ങിച്ചു കൊടുക്കുന്നത്, ആ കാത്തിരിപ്പിനിടയ്ക്കാണ് ഇവർക്ക് ഐഫോൺ വാങ്ങിച്ചു കൊടുക്കുന്നത്. അതൊക്കെ കിട്ടുന്നുള്ളതല്ലാണ്ട് ആത്യന്തികമായിട്ട് ഇവർ ഒരിക്കലും പണത്തിന്റെ പേരിൽ മാത്രം പോകുന്നവരാണെന്നുള്ള അഭിപ്രായം എന്നെ സംബന്ധിച്ചില്ല. ഇവർ വിശ്വാസത്തിന് പുറത്തു പോകുന്നവരാണ്. ഇവർ മതത്തിന്റെ അടിസ്ഥാനത്തിലാണ്. മതം പരിധി വിട്ട് സാധാരണക്കാരിൽ ചെലുത്തുന്ന സ്വാധീനം കൊണ്ടാണ് സ്വർഗരാജ്യത്തെക്കുറിച്ചുള്ള അമിതമായിട്ടുള്ള മോഹം ഇവരിൽ ഉണ്ടാക്കുന്നത്. ഈ മോഹം ഉണ്ടാക്കലാണ് ഉദ്ദേശം. പക്ഷേ ഇടക്കാലത്ത് ഇത്തരം ഈ IS റിക്രൂട്ട്മെന്റ് വാർത്തകൾ ഒരു കാലത്ത് വളരെ സജീവമായിരുന്നു, വ്യാപകമായ ചർച്ചകൾ നടന്നിരുന്നു. പിന്നെ അതിനെക്കുറിച്ചുള്ള വാർത്തകൾ വളരെ കുറഞ്ഞു, അങ്ങനെയുള്ള സംഗതികൾ ഇല്ലായിരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരുന്നത്. പക്ഷേ ഇപ്പോൾ അത്തരം സംഗതികൾ ഉണ്ട്, വ്യാപകമായി നടക്കുന്നു. ആ ഇടക്കാലത്ത് ഇല്ലാതാകാൻ കാരണം ഇവിടുത്തെ മറ്റ് രാഷ്ട്രീയ കക്ഷികളെല്ലാം ഈ കാര്യത്തിൽ ഉണ്ടാക്കിയ ഒരു ചർച്ചയും സമൂഹത്തിൽ മൊത്തത്തിലുണ്ടായ ഒരു ബോധവൽക്കരണമാണ്. പക്ഷേ അതിലൊക്കെ കാര്യമായ ഇടിവ് വന്നിട്ടുണ്ട്. ഈ കാര്യത്തിൽ നമ്മുടെ സജീവമായ ശ്രദ്ധ വിട്ടുപോയിട്ടുണ്ട്. രാഷ്ട്രീയ കക്ഷികൾ, ഇവിടുത്തെ ഭരണ പ്രതിപക്ഷങ്ങൾ ഈ കാര്യത്തിലുള്ള ശ്രദ്ധ ഒന്ന് പിൻവാങ്ങിയത് കൊണ്ടായിരിക്കില്ലേ ഇത്തരത്തിൽ ഇപ്പോൾ ഒരു സജീവമായി വരാൻ കാരണം? അല്ലെ, അവർ പിൻവാങ്ങിയതിന്റെ പേരിലല്ല. ഈ കോൺഗ്രസ് പ്രസ്ഥാനത്തിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലൊക്കെയുള്ള ഇതിലേക്കും വ്യാപകമായ രീതിയിൽ തീവ്രവാദികൾ കടന്നുകൂടിയിട്ടുണ്ട്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. അവിടെ ഈ മറ്റേ മുത്തലാഖ് വന്ന സമയത്ത് മുത്തലാഖിനെ എതിർക്കാനായിട്ട് മുസ്ലിങ്ങളല്ലല്ലോ മുന്നിൽ നിന്നത്, മുസ്ലിം സംഘടനകളല്ലല്ലോ മുന്നിൽ നിന്നത്. അതിനെതിരായിട്ട് കേസ് കൊടുത്താരാ? മുസ്ലിം വനിതകളാണ് കേസ് കൊടുത്തത്. പക്ഷേ ഇന്ത്യൻ പാർലമെന്റില് മുത്തലാഖ് വേണമെന്ന് പറഞ്ഞ് ആവശ്യപ്പെട്ടുകൊണ്ട് അതിനെതിരായിട്ട് മുത്തലാഖ് നിയമത്തിനെതിരായിക്കൊണ്ട് വോട്ട് രേഖപ്പെടുത്തിയത് കോൺഗ്രസ് പെട്ടിട്ടുള്ള ആളുകളാണ്. കോൺഗ്രസ് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ ആളുകളാണ് മുത്തലാഖിന് വേണ്ടിയിട്ട് സമരം ചെയ്തത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി പെട്ടുള്ളവരാണ് സമരം ചെയ്തത്. നിങ്ങൾ കേരളത്തിൽ നിന്ന് ആലോചിച്ചു, കേരളത്തിലെ ഏതൊക്കെ രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കന്മാരാണ് സ്വന്തം ഭാര്യമാരെ ഉപേക്ഷിച്ചിട്ടുള്ളത്? ഞാൻ അവരാരും പേര് ഞാൻ വിളിച്ചു പറയുന്നില്ല. ഭാര്യയ്ക്ക് വണ്ണം കൂടിയ ഉപേക്ഷിക്കും, ഭാര്യയ്ക്ക് അസുഖം വന്ന ഉപേക്ഷിക്കും. ഈ പറയുന്ന ആളൊക്കെ മതേതരത്വക്കാരാണ്. കടുത്ത മതേതരത്വം എന്ന് പറഞ്ഞുകൊണ്ട് ഇസ്ലാമിക ജിഹാദികളെ കൂട്ടുപിടിക്കുന്ന ഇവരാണ് ഏറ്റവും വലിയ പ്രശ്നക്കാര്. ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു ഇവിടെ മുസ്ലിം ലീഗിനേക്കാളും വർഗീയവും. കാരണം മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങളിലെ സമ്പന്ന വിഭാഗത്തിന്റെ വരേണ്യവർഗത്തിന്റെ പാർട്ടിയാണെന്ന് മാത്രമേ ഉള്ളൂ. കാരണം അതിന്റെ അധ്യക്ഷനും തങ്ങൾ തന്നെയായിരിക്കുമല്ലോ. ഈ തങ്ങളിക്കൽ ഹെജ്മണിയെ അംഗീകരിക്കുന്ന എല്ലാവരും ലീഗിനകത്ത് അംഗത്വം കിട്ടും. മറിച്ച് അതല്ലാത്ത ചില ആളുകള്, പലരും തീവ്രവാദികളായിരിക്കുന്ന ആളുകള് അംഗത്വം എടുക്കുന്നത് കേരളത്തിലെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളിലും കേരളത്തിലെ ഭരണകക്ഷിയിലൊക്കെയാണ്, കേരളത്തിലെ മുഖ്യ പ്രതിപക്ഷത്തിലൊക്കെ തന്നെയാണ്. മഹാത്മാഗാന്ധിയുടെയും പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെയും പാരമ്പര്യം പറഞ്ഞു വന്നിരിക്കുന്ന പാർട്ടികളിലൊക്കെ തന്നെയാണ് തീവ്രവാദികളായിട്ടുള്ള ആളുകൾ കേരളത്തിൽ ഏറ്റവും കൂടുതൽ കൂടിയിരിക്കുന്നത്. നമുക്കറിയാലോ. ഇപ്പം തന്നെ നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പ് ഒന്ന് ആലോചിച്ച് നോക്ക്. നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പിനകത്ത് അവിടെ സമുദായം പറഞ്ഞുകൊണ്ട് വോട്ട് പിടിച്ചവരാണ് ഇവര്. ജമാഅത്തെ ഇസ്ലാമിയുടെ വോട്ട് വാങ്ങിച്ചവരാണ് ഇവര്. SDPIയുടെ വോട്ട് വാങ്ങിച്ചവരാണ് ഇവര്. PDPയുടെ വോട്ട് വാങ്ങിച്ചവരാണ് ഇവര്. ഏതെല്ലാം ഇസ്ലാമിക തീവ്രവാദ പ്രസ്ഥാനങ്ങളുണ്ടോ ആ പ്രസ്ഥാനങ്ങളെല്ലാം പങ്കിട്ടെടുക്കുകയായിരുന്നു LDF UDF ഓടെ ചെയ്തത്. ഇതൊരു കേരളത്തിന്റെ പൊതു സ്വഭാവമാണ്. ആ പൊതു സ്വഭാവത്തിൽ വെച്ചിട്ട് തീവ്രവാദികൾ എന്ന് പറഞ്ഞാൽ ഈ കേരളത്തിന്റെ സംസ്കാരത്തിന്റെ ഭാഗമാണെന്ന് കേരള സമൂഹത്തെ തെറ്റിദ്ധരിപ്പിച്ചവരാണ് LDF UDF ഉള്ളത്. ഈ തെറ്റിദ്ധാരണ നിമിത്താണ് പറഞ്ഞത് കേരളത്തിൽ ജിഹാദൊന്നുമില്ല, മലപ്പുറം എന്ന് പറഞ്ഞാൽ വലിയൊരു സ്ഥലമാണ്, ഈ പറയുന്ന ഒരു തരത്തിലുള്ള പ്രശ്നങ്ങൾ ഇവിടെ വരുന്നില്ല, ഇവിടുന്ന് ആരും സിറിയയ്ക്ക് പോകുന്നില്ല, ഇവിടുന്ന് ആരും അഫ്ഗാനിസ്ഥാനിലേക്ക് പോകുന്നില്ല, ഇവിടെ പീസ് ഇന്റർനാഷണൽ ഇല്ലേ ഇല്ല എന്നുള്ള മട്ടിലാണ് ചർച്ച നടക്കുന്നത്. ഈ പറയുന്ന സംഭവങ്ങളൊക്കെ തന്നെ തീവ്രവാദ കേന്ദ്രങ്ങൾ, ഇപ്പൊ സലഫിയുടെ കേന്ദ്രമുണ്ട്, സത്യസരണിയുണ്ട്. ഈ സത്യസരണി ഉള്ളത് വരും എവിടെ? ഏതെങ്കിലും മാർക്സിസ്റ്റുകാരെ സമ്മതിക്കോ? ഏതെങ്കിലും കോൺഗ്രസ്സുകാരെ സമ്മതിക്കോ? പക്ഷേ സത്യമല്ലേ സത്യസരണി? ഈ സത്യസരണി മതപരിവർത്തനത്തിന്റെ ഏറ്റവും വലിയ കേന്ദ്രമാണ് സത്യസരണി. പക്ഷെ ഇതിവരാരും അംഗീകരിക്കുന്നില്ല എന്നുള്ളതാണ് വസ്തുത. ഏതാണെങ്കിലും
കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലും കോൺഗ്രസിലുമുള്ള ഇസ്ലാമിക മതവിഭാഗ വിശ്വാസ പ്രമാണങ്ങൾ അധികരിക്കുന്നവര്, ഇവരിൽ ആരൊക്കെയാണ് മതേതരവാദികള്? ഭൂരിപക്ഷം പേരും കടുത്ത വർഗീയവാദികളാണെന്ന് എനിക്ക് നിസ്സംശയം പറയാൻ വേണ്ടി സാധിക്കും. അതുകൊണ്ട് അവരുടെ സംരക്ഷണം ഉള്ളതിന്റെ പേരിലാണ് കേരളത്തിൽ ജിഹാദില്ല, കേരളത്തിൽ ഈ തരത്തിൽപ്പെട്ട ആൾ വിദേശത്തേക്ക് പോകുന്നില്ല എന്നുള്ള ചർച്ചകൾ, ചില നറേഷൻസ് ക്രിയേറ്റ് ചെയ്യുന്ന കാര്യത്തിൽ അവർ വലിയ പങ്ക് വഹിക്കുന്നുണ്ടെന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്.